ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലൂമൻ ക്രിസ്റ്റോ 101 ദിവസം കൊണ്ട് ബൈബിൾ പുതിയ നിയമം വായിച്ചു തീർക്കുന്ന വചന പദ്ധതിയിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷം 26 അധ്യായവും വെളിപാട് 2 അധ്യായവുമാണ് നാം ഇന്ന് വായിക്കുന്നത്. പീഡാനുഭവത്തിന് ഒരുങ്ങുന്ന ക്രിസ്തുവിനെയും സഭകളോട് വിശ്വസ്തത ആവശ്യപ്പെടുന്ന കർത്താവിനെയുമാണ് ഇന്ന് നാം ധ്യാനിക്കുന്നത്. വിശുദ്ധ മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷം അധ്യായം 26. യേശുവിനെ വധിക്കാൻ ആലോചന. അങ്ങനെ യേശു ഈ വചനങ്ങളെല്ലാം അവസാനിപ്പിച്ചപ്പോൾ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, 2 ദിവസം കഴിഞ്ഞ് പെസഹയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. മനുഷ്യപുത്രൻ ക്രൂശിക്കനായി ഏൽപ്പിക്കപ്പെടും. പുരോഹിത പ്രമുഖന്മാരും ജനപ്രമാണികളും കയ്യഫാസ് എന്ന പേരുള്ള പ്രധാന പുരോഹിതന്റെ കൊട്ടാരത്തിൽ സമ്മേളിച്ച് യേശുവിനെ ചതിയിൽ പിടികൂടി വധിക്കേണ്ടത് എങ്ങനെയെന്ന് കൂടിയാലോചിച്ചു. അവർ പറഞ്ഞു, തിരുനാൾ ദിവസം വേണ്ട, ജനങ്ങൾ ബഹളമുണ്ടാക്കും. ബഥാനിയായിലെ തൈലാഭിഷേകം. യേശു ബഥാനിയായിൽ കുഷ്ഠരോഗിയായ ശിമയോന്റെ ഭവനത്തിൽ ഇരിക്കുമ്പോൾ വിലയേറിയ സുഗന്ധതൈലം നിറച്ച ഒരു വെൺകൽ പാത്രവുമായി ഒരു സ്ത്രീ അവനെ സമീപിച്ചു. അവൻ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൾ തൈലം അവന്റെ ശിരസിൽ ഒഴിച്ചു. ഇത് കണ്ട ശിഷ്യന്മാർ നീരസത്തോടെ പറഞ്ഞു, എന്തിന് ഈ പാഴ്ചെലവ്? എന്തെന്നാൽ ഇത് നല്ല വിലയ്ക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നല്ലോ. യേശു ഇത് ഗ്രഹിച്ച് അവരോട് പറഞ്ഞു, എന്തിനു നിങ്ങൾ ഈ സ്ത്രീയെ വിഷമിപ്പിക്കുന്നു? ഇവൾ എനിക്ക് വേണ്ടി ഒരു നല്ല കാര്യം ചെയ്തിരിക്കുന്നു. കാരണം ദരിദ്രർ എപ്പോഴും നിങ്ങളോട് കൂടെയുണ്ട്, ഞാനാകട്ടെ എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുകയില്ല. അതിനാൽ എന്നെ സംസ്കരിക്കുന്നതിനുള്ള ഒരുക്കമായാണ് ഇവൾ എന്റെ ശരീരത്തിൽ തൈലം പൂശിയത്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ലോകത്തിൽ എവിടെയെല്ലാം ഈ സദ്വാർത്ത പ്രഘോഷിക്കപ്പെടുമോ അവിടെയെല്ലാം ഇവൾ ചെയ്ത കാര്യവും ഇവളുടെ സ്മരണയ്ക്കായി പ്രസ്താവിക്കപ്പെടും. യൂദാസിന്റെ വഞ്ചന. 12 പേരിൽ ഒരുവനായ യൂദാസ് കറിയോത്തോ പുരോഹിത പ്രമുഖന്മാരുടെ അടുത്ത് വന്ന് ചോദിച്ചു, ഞാൻ അവനെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നാൽ നിങ്ങൾ എനിക്ക് എന്തു തരും? അവർ 30 വെള്ളിക്കാശിന് അവനുമായി കരാർ ഉറപ്പിച്ചു. അപ്പോൾ മുതൽ അവൻ യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ അവസരം അന്വേഷിച്ചു കൊണ്ടിരുന്നു. പെസഹ ആചരിക്കുന്നു. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ 1-ാം ദിവസം ശിഷ്യന്മാർ യേശുവിന്റെ അടുത്ത് വന്ന് ചോദിച്ചു, നിനക്ക് പെസഹ എവിടെ ഞങ്ങൾ ഒരുക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അവൻ പറഞ്ഞു, നിങ്ങൾ പട്ടണത്തിൽ പോയി നിർദ്ദേശിക്കപ്പെട്ട ആളുടെ അടുത്ത് ചെന്ന് പറയുക, ഗുരു പറയുന്നു, എന്റെ സമയം അടുത്തിരിക്കുന്നു. ഞാൻ എന്റെ ശിഷ്യന്മാരുടെ കൂടെ നിന്റെ അടുക്കലാണ് പെസഹ ആചരിക്കുന്നത്. യേശു നിർദ്ദേശിച്ച പോലെ ശിഷ്യന്മാർ പെസഹ ഒരുക്കി. വൈകുന്നേരമായപ്പോൾ അവർ 12 പേരുമെടുത്ത് ഭക്ഷണത്തിനിരുന്നു. ഭക്ഷിച്ചുകൊണ്ടിരിക്കെ അവൻ പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും. അവർ അതീവം ദുഃഖിതരായി. കർത്താവേ, അത് ഞാനല്ലല്ലോ എന്ന് ഓരോരുത്തരും അവനോട് ചോദിക്കാൻ തുടങ്ങി. അവൻ പ്രതിവചിച്ചു, എന്നോടുകൂടെ പാത്രത്തിൽ കൈമുക്കുന്നവൻ തന്നെ എന്നെ ഒറ്റിക്കൊടുക്കും. മനുഷ്യപുത്രൻ അവനെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്ന പോലെ കടന്നു പോകുന്നു. എന്നാൽ മനുഷ്യപുത്രനെ ആരൊറ്റിക്കൊടുക്കുന്നുവോ അവന് ദുരിതം. ആ മനുഷ്യൻ ജനിക്കാതിരുന്നെങ്കിൽ അവന് നന്നായിരുന്നു. അവനെ ഒറ്റിക്കൊടുക്കാനിരുന്ന യൂദാസ് അവനോട് ചോദിച്ചു, ഗുരു, അത് ഞാനല്ലല്ലോ? അവൻ പറഞ്ഞു, നീ പറഞ്ഞു കഴിഞ്ഞു. പുതിയ ഉടമ്പടി. അവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു അപ്പമെടുത്ത് വാഴ്ത്തി മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എടുത്തു ഭക്ഷിക്കുവിൻ, ഇത് എന്റെ ശരീരമാകുന്നു. അനന്തരം പാനപാത്രമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് അവർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, എല്ലാവരും ഇതിൽ നിന്ന് പാനം ചെയ്യുവിൻ. എന്തെന്നാൽ ഇത് പാവമോചനത്തിന് അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന ഉടമ്പടിയുടെ എന്റെ രക്തമാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ പിതാവിന്റെ രാജ്യത്തിൽ നിങ്ങളോടൊത്ത് പുതുതായി ഇത് പാനം ചെയ്യുന്ന ദിവസം വരെ മുന്തിരിയുടെ ഈ ഫലത്തിൽ നിന്ന് ഞാൻ വീണ്ടും കുടിക്കുകയില്ല. സ്തോത്രഗീതം ആലപിച്ച ശേഷം അവർ ഒലിവുമലയിലേക്ക് പോയി. പത്രോസ് ഗുരുവിനെ നിഷേധിക്കും. അപ്പോൾ യേശു അവരോട് പറഞ്ഞു, ഈ രാത്രി നിങ്ങളെല്ലാവരും എന്നിൽ ഇടറും. എന്തെന്നാൽ ഞാൻ ഇടയനെ അടിക്കും, ആട്ടിൻപറ്റം ചിതറിപ്പോകും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഞാൻ ഉയർപ്പിക്കപ്പെട്ട ശേഷം നിങ്ങൾക്ക് മുമ്പേ ഗലീലയിലേക്ക് പോകും. അപ്പോൾ പത്രോസ് അവനോട് പറഞ്ഞു, എല്ലാവരും നിന്നിൽ ഇടറിയാലും ഞാൻ ഒരിക്കലും ഇടറുകയില്ല. യേശു പറഞ്ഞു, സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ഈ രാത്രി കോഴി കൂകുന്നതിനു മുമ്പ് നീ എന്നെ 3 പ്രാവശ്യം നിഷേധിച്ച് പറയും. പത്രോസ് പറഞ്ഞു, നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാൽ പോലും ഞാൻ നിന്നെ നിഷേധിച്ച് പറയുകയില്ല. ഇങ്ങനെ തന്നെ ശിഷ്യന്മാരെല്ലാവരും പറഞ്ഞു. ഗെത്സമേനിൽ പ്രാർത്ഥിക്കുന്നു. അനന്തരം യേശു അവരോടൊത്ത് ഗെത്സമേനിൽ എന്ന സ്ഥലത്തെത്തി. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ അവിടെ പോയി പ്രാർത്ഥിക്കുവോളം നിങ്ങളെ ഇവിടെ ഇരിക്കുക. അവൻ പത്രോസിനെയും സെബദിയുടെ 2 പുത്രന്മാരെയും കൂടെ കൊണ്ടുപോയി. ദുഃഖിക്കാനും വ്യാകുലപ്പെടാനും തുടങ്ങി.
അവൻ അവരോട് പറഞ്ഞു, എൻ്റെ ആത്മാവ് തീവ്ര ദുഃഖത്താൽ മരണത്തോളം എത്തിയിരിക്കുന്നു. നിങ്ങൾ ഇവിടെ എന്നോടൊത്ത് ഉണർന്നിരിക്കുക. അവൻ അല്പദൂരം മുന്നോട്ട് ചെന്ന് കമിഴ്ന്നു വീണ് പ്രാർത്ഥിച്ചു, എൻ്റെ പിതാവേ, സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ. എങ്കിലും ഞാൻ ഇച്ഛിക്കുന്ന പോലെയല്ല, നീ ഇച്ഛിക്കുന്ന പോലെയാകട്ടെ. അനന്തരം അവൻ ശിഷ്യന്മാരുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ അവർ ഉറങ്ങുന്നത് കണ്ടു. അവൻ പത്രോസിനോട് ചോദിച്ചു, എന്നോടുകൂടെ 1 മണിക്കൂർ ഉണർന്നിരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലേ? പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്നിരുന്നു പ്രാർത്ഥിക്കുവിൻ. ആത്മാവ് സന്നദ്ധം, ശരീരം ദുർബലം. 2-ാം പ്രാവശ്യം അവൻ പോയി പ്രാർത്ഥിച്ചു, എൻ്റെ പിതാവേ, ഞാൻ കുടിക്കാതെ ഇത് കടന്നു പോകാൻ സാധ്യമല്ലെങ്കിൽ നിന്റെ ഹിതം ഭവിക്കട്ടെ. അവൻ വീണ്ടും വന്നപ്പോൾ അവർ ഉറങ്ങുന്നത് കണ്ടു. അവരുടെ കണ്ണുകൾ നിദ്രാഭാരമുള്ളവരായിരുന്നു. അവൻ 3 പ്രാവശ്യവും അവരെ വിട്ടുപോയി അതേ വാക്കുകൾ പറഞ്ഞ് പ്രാർത്ഥിച്ചു. അനന്തരം അവൻ ശിഷ്യന്മാരുടെ അടുത്ത് വന്നു പറഞ്ഞു, നിങ്ങൾ ഇനിയും ഉറങ്ങി വിശ്രമിച്ചു കൊള്ളുക. ഇതാ സമയം അടുത്തിരിക്കുന്നു. മനുഷ്യപുത്രൻ പാവികളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുന്നു. എഴുന്നേൽക്കുവിൻ, നമുക്ക് പോകാം. എന്നെ ഒറ്റിക്കൊടുക്കുന്നവൻ അടുത്തെത്തിയിരിക്കുന്നു. യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നു. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ 12 പേരിൽ ഒരുവനായ യൂദാസ് അവിടെ എത്തി. അവനോടുകൂടെ പുരോഹിത പ്രമുഖന്മാരുടെയും ജനപ്രമാണികളുടെയും അടുക്കൽ നിന്ന് വാളുകളും വടികളുമായി വലിയൊരു ജനക്കൂട്ടം വന്നിരുന്നു. ഒറ്റുകാരൻ അവർക്ക് ഈ അടയാളം നൽകിയിരുന്നു, ഞാൻ ആരെ ചുംബിക്കുന്നുവോ അവൻ തന്നെ, അവനെ പിടിച്ചുകൊള്ളുക. അവൻ പെട്ടെന്ന് യേശുവിന്റെ അടുത്ത് ചെന്ന്, ഗുരു സ്വസ്തി എന്ന് പറഞ്ഞ് അവനെ ചുംബിച്ചു. യേശു അവനോട് ചോദിച്ചു, സ്നേഹിത, നീ എന്തിനാണ് വന്നത്? അപ്പോൾ അവൻ മുന്നോട്ട് വന്ന് യേശുവിനെ പിടിച്ചു. യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നവരിൽ ഒരുവൻ കൈനീട്ടി വാളൂരി പ്രധാന പുരോഹിതന്റെ സേവകനെ വെട്ടി അവന്റെ ചെവി ഛേദിച്ചു കളഞ്ഞു. യേശു അവനോട് പറഞ്ഞു, വാൾ ഉറയിലിടുക, എന്നാൽ വാളെടുക്കുന്നവരെല്ലാം വാളാൽ നശിക്കും. എനിക്ക് എൻ്റെ പിതാവിനോട് അപേക്ഷിക്കാൻ കഴിയുകയില്ലെന്നും ഉടൻ തന്നെ അവിടെ നിന്ന് എനിക്ക് തൻ്റെ ദൂതന്മാരുടെ 12-ലേറെ വ്യൂഹങ്ങൾ അയച്ചു തരികയില്ലെന്നും നീ വിചാരിക്കുന്നുവോ? അങ്ങനെയെങ്കിൽ ഇപ്രകാരം സംഭവിക്കുമെന്ന വിശുദ്ധ ലിഖിതങ്ങൾ എങ്ങനെ നിറവേറും? ആ സമയത്ത് യേശു ജനക്കൂട്ടത്തോട് പറഞ്ഞു, കവർച്ചക്കാരനെതിരെന്ന പോലെ വാളുകളും വടികളുമായി നിങ്ങൾ എന്നെ ബന്ധിക്കാൻ വന്നിരിക്കുന്നുവോ? ഞാൻ ദിവസവും ദേവാലയത്തിലിരുന്ന് നിങ്ങളെ പഠിപ്പിച്ചിരുന്നു, നിങ്ങൾ എന്നെ പിടിച്ചില്ല. പ്രവാചകന്മാരുടെ ലിഖിതങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടിയാണ് ഇതൊക്കെയും സംഭവിച്ചത്. അപ്പോൾ ശിഷ്യന്മാരെല്ലാവരും അവനെ ഉപേക്ഷിച്ച് ഓടിപ്പോയി. ന്യായാധിപ സംഘത്തിന് മുൻപിൽ യേശുവിനെ പിടിച്ചു ബന്ധിച്ചവർ പ്രധാന പുരോഹിതനായ കയ്യഫാസിന്റെ അടുത്തേക്ക് അവനെ കൊണ്ടുപോയി. അവിടെ നിയമജ്ഞരും ശ്രേഷ്ഠന്മാരും സമ്മേളിച്ചിരുന്നു. പ്രധാന പുരോഹിതന്റെ അകത്തളം വരെ പത്രോസ് അവനെ അല്പം ദൂരമായി അനുഗമിച്ചു. അനന്തരം അവൻ അകത്ത് കടന്ന് അവസാനം എന്തെന്ന് കാണാൻ പരിചാരകന്മാരുടെ കൂടെ ഇരുന്നു. പുരോഹിത പ്രമുഖന്മാരും ന്യായാധിപ സംഘം മുഴുവനും യേശുവിനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കേണ്ടതിന് അവനെതിരെ കള്ളസാക്ഷ്യം അന്വേഷിച്ചുകൊണ്ടിരുന്നു. അനേകം കള്ളസാക്ഷികൾ വന്നെങ്കിലും അവർക്ക് സാക്ഷ്യമൊന്നും കിട്ടിയില്ല. അവസാനം 2 പേർ മുന്നോട്ട് വന്ന് പറഞ്ഞു, ഈ ദേവാലയം നശിപ്പിക്കാനും 3 ദിവസം കൊണ്ട് നിർമ്മിക്കാനും എനിക്ക് സാധിക്കുമെന്ന് ഇവൻ പറഞ്ഞിട്ടുണ്ട്. പ്രധാന പുരോഹിതൻ എഴുന്നേറ്റ് നിന്ന് അവനോട് ചോദിച്ചു, നീ ഒരു മറുപടിയും പറയുന്നില്ലല്ലോ. ഇവർ നിനക്കെതിരെ സാക്ഷ്യപ്പെടുത്തുന്നത് എന്ത്? യേശുവാകട്ടെ നിശ്ചിതനായിരുന്നു. അപ്പോൾ പ്രധാന പുരോഹിതൻ അവനോട് പറഞ്ഞു, ജീവിക്കുന്ന ദൈവത്തോണ്ട് ആണയിട്ടു ഞാൻ നിന്നോട് ചോദിക്കുന്നു, നീ ദൈവത്തിനായ ക്രിസ്തുവാണോ എന്ന് ഞങ്ങളോട് പറയുക. യേശുവിനോട് പറഞ്ഞു, നീ പറഞ്ഞുവല്ലോ. എന്നാൽ ഞാൻ നിന്നോട് പറയുന്നു, ഇപ്പോൾ മുതൽ മനുഷ്യപുത്രൻ ശക്തിയുടെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്നതും വാനമേഘങ്ങളിൽ വരുന്നതും നിങ്ങൾ കാണും. അപ്പോൾ പ്രധാന പുരോഹിതൻ മേലങ്കി കീറിക്കൊണ്ട് പറഞ്ഞു, ഇവൻ ദൈവദൂഷണം പറഞ്ഞിരിക്കുന്നു. ഇനി സാക്ഷികളെ കൊണ്ട് നമുക്ക് എന്താവശ്യം? ഇതാ ദൈവദൂഷണം നിങ്ങൾ ഇപ്പോൾ കേട്ടുവല്ലോ. നിങ്ങൾക്ക് എന്തു തോന്നുന്നു? അവർ പ്രതിവദിച്ചു, അവൻ മരണാർഹനാണ്. അനന്തരം അവർ അവന്റെ മുഖത്ത് തുപ്പുകയും അവനെ അടിക്കുകയും ചെയ്തു. ക്രിസ്തുവേ, നിന്നെ അടിച്ചതാരാണെന്ന് ഞങ്ങളോട് പ്രവചിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവർ അവന്റെ കരണത്തള്ളി. പത്രോസ് യേശുവിനെ തള്ളി പറയുന്നു. പത്രോസ് പുറത്ത് തളത്തിലിരിക്കുകയായിരുന്നു. ഒരു പരിചാരിക അവനെ സമീപിച്ച്, നീയും ആ ഗലീലക്കാരനായ യേശുവിനോട് കൂടെ ആയിരുന്നല്ലോ എന്ന് പറഞ്ഞു. എന്നാൽ നീ പറഞ്ഞെന്താണെന്ന് ഞാൻ അറിയുന്നില്ല എന്ന് അവരുടെ എല്ലാം മുമ്പാകെ അവൻ നിഷേധിച്ചു പറഞ്ഞു. അവൻ കവാടത്തിലേക്ക് പോയപ്പോൾ മറ്റൊരു പരിചാരിക അവനെ കണ്ടു. അവൾ അടുത്തു നിന്നവരോട് പറഞ്ഞു, ഈ മനുഷ്യനും നസറാനായ യേശുവിന്റെ കൂടെയായിരുന്നു. ഞാൻ ആ മനുഷ്യനെ അറിയുകയില്ല എന്ന് വീണ്ടും അവൻ ആണയിട്ട് നിഷേധിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ അടുത്തു നിന്നിരുന്നവർ പത്രോസിനെ സമീപിച്ചു പറഞ്ഞു, നീ സത്യമായും അവരിൽ ഒരുവനാണ്, കാരണം നിന്റെ ഉച്ചാരണ രീതി അത് തെളിയിക്കുന്നു. പത്രോസ് ആകട്ടെ, ഞാൻ ആ മനുഷ്യനെ അറിയുകയില്ല എന്ന് പറഞ്ഞ് ശപിക്കാനും ആണയിടാനും തുടങ്ങി. ഉടനെ കോഴി കൂകി. കോഴി കൂകുന്നതിന് മുമ്പ് 3 പ്രാവശ്യം നീ എന്നെ നിഷേധിക്കുമെന്ന് യേശു പറഞ്ഞ വാക്കുകൾ അപ്പോൾ പത്രോസ് ഓർമ്മിച്ചു. അവൻ പുറത്തുപോയി മനംനൊന്ത് കരഞ്ഞു. വെളിപാട് അധ്യായം 2. എഫെസോസിലെ സഭയ്ക്ക്.
എഫെസോസിലെ സഭയുടെ ദൂതന് എഴുതുക. തന്റെ വലങ്കയിൽ 7 നക്ഷത്രങ്ങൾ പിടിച്ചുകൊണ്ട് 7 സ്വർണ്ണദീപപീഠങ്ങൾക്ക് മധ്യ നടക്കുന്നവൻ ഇപ്രകാരം പറയുന്നു: നിന്റെ പ്രവൃത്തികളും പ്രയത്നങ്ങളും നിന്റെ സഹനശക്തിയും ദുഷ്ടന്മാരെ നിനക്ക് സഹിക്കാനാവില്ലെന്നും ഞാൻ അറിയുന്നു. അപ്പോസ്തലന്മാരാണെന്ന് സ്വയം പറയുകയും എന്നാൽ അങ്ങനെ അല്ലാതിരിക്കുകയും ചെയ്യുന്നവരെ പരിശോധിച്ച് അവർ വ്യാജം പറയുന്നവരാണെന്ന് നീ കണ്ടുപിടിച്ചു. സഹനശക്തി നിനക്കുണ്ട്. എന്റെ നാമത്തെ പ്രതി ഭാരം വഹിച്ചിട്ടും നീ തളർന്നില്ല. എങ്കിലും നിനക്കെതിരെ എനിക്കൊന്നുണ്ട്: നിന്റെ ആദ്യ സ്നേഹം നീ ഉപേക്ഷിച്ചു. അതിനാൽ നീ ഏതവസ്ഥയിൽ നിന്നാണ് വീണതെന്ന് ഓർക്കുക. മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക. നീ മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ ഞാൻ നിന്റെ അടുത്ത് വരികയും നിന്റെ ദൈവപീഠം അതിന്റെ സ്ഥാനത്ത് നിന്ന് നീക്കിക്കളയുകയും ചെയ്യും. എന്നാൽ നിനക്ക് ഈ ഗുണമുണ്ട്: നിക്കോളോവോസ് പക്ഷക്കാരുടെ പ്രവൃത്തികൾ നീ വെറുക്കുന്നു, അവ ഞാനും വെറുക്കുന്നു. ആത്മാവ് സഭകളോട് പറയുന്നത് എന്താണെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. വിജയം വരിക്കുന്നവന് ദൈവത്തിന്റെ പർദീസിലുള്ള ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് ഞാൻ ഭക്ഷിക്കാൻ കൊടുക്കും. സ്മിർനായിലെ സഭയ്ക്ക്. സ്മിർനായിലെ സഭയുടെ ദൂതൻ എഴുതുക. ആദ്യനും അന്തനും മൃതനായവനും എന്നാൽ വീണ്ടും ജീവിക്കുന്നവനുമായവൻ ഇപ്രകാരം പറയുന്നു: നിന്റെ ക്ലേശവും ദാരിദ്ര്യവും ഞാൻ അറിയുന്നു, എങ്കിലും നീ സമ്പന്നനാണ്. യഹൂദരെന്ന് അവകാശപ്പെടുകയും എന്നാൽ അങ്ങനെയല്ലാത്ത സാത്താന്റെ സിനഗോഗായി വർത്തിക്കുകയും ചെയ്യുന്നവരുടെ ദോഷാരോപണങ്ങളും ഞാൻ അറിയുന്നു. നീ സഹിക്കാൻ പോകുന്നവയെ ഭയപ്പെടരുത്. ഇതാ, പരീക്ഷിക്കപ്പെടാൻ നിങ്ങൾ ചിലരെ പിശാച് തടവിലിടാൻ പോകുന്നു. 10 ദിവസത്തേക്ക് നിങ്ങൾക്ക് ക്ലേശമുണ്ടാകും. മരണം വരെ വിശ്വസ്തനായിരിക്കുക. ജീവന്റെ കിരീടം നിനക്ക് ഞാൻ നൽകും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. വിജയം വരിക്കുന്നവൻ 2ാം മരണത്താൽ ഹനിക്കപ്പെടുന്നില്ല. പെർഗാമോസിലെ സഭയ്ക്ക്. പെർഗാമോസിലെ സഭയുടെ ദൂതൻ എഴുതുക. മൂർച്ചയേറിയ ഇരുതല വാളുള്ളവൻ പറയുന്നു: നീ എവിടെ വസിക്കുന്നെന്ന് ഞാൻ അറിയുന്നു. സാത്താന്റെ സിംഹാസനമുള്ളിടത്ത് തന്നെ. എങ്കിലും എന്റെ നാമം നീ മുറുകെ പിടിക്കുന്നു. നിങ്ങളുടെ ഇടയിൽ സാത്താൻ വസിക്കുന്നിടത്ത് വെച്ച് എന്റെ വിശ്വസ്ത സാക്ഷിയായ അന്തിപ്പാസ് വധിക്കപ്പെട്ട നാളുകളിൽ പോലും എന്റെ വിശ്വാസം നീ തള്ളിപ്പറഞ്ഞില്ല. എങ്കിലും എനിക്ക് നിനക്കെതിരെ ചില കാര്യങ്ങളുണ്ട്. വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ചവ ഭക്ഷിക്കാനും വ്യഭിചാരം ചെയ്യാനും ഇസ്രായേൽ മക്കൾക്ക് ഇടർച്ച നൽകാൻ ബാലാക്കിനെ പഠിപ്പിച്ച ബാലാമിന്റെ പ്രബോധനം മുറുകെ പിടിക്കുന്നവൻ അവിടെയുണ്ട്. അതുപോലെ നിക്കോളോവോസ് പക്ഷക്കാരുടെ പ്രബോധനം മുറുകെ പിടിക്കുന്നവരും അവിടെയുണ്ട്. അതിനാൽ മാനസാന്തരപ്പെടുക, അല്ലെങ്കിൽ നിന്റെ അടുത്തേക്ക് ഞാൻ വേഗം വന്ന് എന്റെ വായിലെ വാൾ കൊണ്ട് അവരോട് പോരാടും. ആത്മാവ് സഭകളോട് പറയുന്നതെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. വിജയം വരിക്കുന്നവന് ഞാൻ നിഗൂഢ മന്നയിൽ നിന്ന് നൽകും. അവന് ഞാനൊരു വെള്ളക്കല്ല് കൊടുക്കും. അതിലൊരു പുതിയ നാമം കൊത്തിയിരിക്കും. അതെന്തെന്ന് സ്വീകരിക്കുന്നവനൊഴികെ മറ്റാരും അറിയുകയില്ല. തേത്രായിലെ സഭയ്ക്ക്. തേത്രായിലെ സഭയുടെ ദൂതൻ എഴുതുക. അഗ്നിനാളം പോലെയും മിഴികളും തിളങ്ങുന്ന പിത്തള പോലെ പാദങ്ങളുള്ള ദേവപുത്രൻ ഇപ്രകാരം പറയുന്നു: നിന്റെ പ്രവൃത്തികളും നിന്റെ സ്നേഹവും വിശ്വാസവും ശുശ്രൂഷയും സഹനശക്തിയും ഞാൻ അറിയുന്നു. നിന്റെ അവസാനത്തെ പ്രവൃത്തികൾ ആദ്യത്തിനേക്കാൾ അധികമാണ്. എങ്കിലും നിനക്കെതിരെ എനിക്കൊന്നുണ്ട്: വ്യഭിചാരം ചെയ്യാനും വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ചവ ഭക്ഷിക്കാനും എന്റെ ദാസരെ പഠിപ്പിക്കുകയും വഴിതെറ്റിക്കുകയും ചെയ്യാൻ പ്രവാചികയെന്ന് സ്വയം വിളിക്കുന്ന ജസബേൽ എന്ന സ്ത്രീയെ ഞാൻ അനുവദിക്കുന്നു. മാനസാന്തരപ്പെടാൻ ഞാൻ അവൾക്ക് സമയം നൽകി. എന്നാൽ തന്റെ വ്യഭിചാരത്തിൽ നിന്ന് മാനസാന്തരപ്പെടാൻ അവൾ കൂട്ടാക്കുന്നില്ല. ഇത് അവളെ രോഗശൈലിയിലേക്കും അവളോട് വ്യഭിചരിക്കുന്നവരെ അവർ അവരുടെ പ്രവൃത്തികളിൽ നിന്ന് മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ വലിയ ക്ലേശത്തിലേക്കും ഞാൻ വലിച്ചെറിയും. അവളുടെ മക്കളെ ഞാൻ കൊന്നുകളയും. മനസ്സുകളും ഹൃദയങ്ങളും പരിശോധിക്കുന്നവനാണ് ഞാനെന്ന് സകല സഭകളും അപ്പോൾ അറിയും. നിങ്ങളുടെ പ്രവൃത്തികൾക്ക് അനുസൃതമായത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ നൽകും. ഈ പ്രബോധനം സ്വീകരിക്കുകയോ സാത്താൻ രഹസ്യങ്ങൾ എന്ന് അവർ വിളിക്കുന്നവ അറിയുകയോ ചെയ്യാതെ തിയത്തീറായിൽ അവശേഷിച്ചിട്ടുള്ള നിങ്ങളോട് ഞാൻ പറയുന്നു: മറ്റു ഭാരമൊന്നും നിങ്ങളുടെ മേൽ ഞാൻ ചുമത്തുന്നില്ല. എന്നാൽ നിങ്ങൾക്കുള്ളവ ഞാൻ വരുന്നതുവരെ മുറുകെ പിടിക്കുവിൻ. വിജയം വരിക്കുന്നവന് എന്റെ പ്രവൃത്തികൾ അവസാനം വരെ അനുഷ്ഠിക്കുന്നവന് ജനതകളുടെ മേൽ ഞാൻ അധികാരം നൽകും. ഇരുമ്പ് ദണ്ടുകൊണ്ട് അവർ അവനെ മേയ്ക്കും. മൺപാത്രങ്ങൾ പോലെ അവരെ തകർക്കും. ഞാൻ എന്റെ പിതാവിൽ നിന്ന് അധികാരം സ്വീകരിച്ചപ്പോൾ തന്നെ പുലർക്കാല നക്ഷത്രം ഞാൻ അവന് നൽകും. ആത്മാവ് സഭകളോട് പറയുന്നതെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇന്നത്തെ വായന ഇവിടെ അവസാനിക്കുമ്പോൾ പ്രതിസന്ധികളിൽ തളരാതെ ദൈവഹിതത്തിന് കീഴടങ്ങാനും മരണം വരെ ക്രിസ്തുവിനോട് വിശ്വസ്തത പുലർത്താനും ഇന്നത്തെ വചനം നമ്മെ ഓർപ്പിക്കുന്നു. ദൈവത്തിന് മഹത്വം.